അടിച്ചേരെ. ഇവിടത്തെ മെസ്സിലെ വെപ്പുകാരൻ മാറിയിട്ടില്ലല്ലോ? മാറിയിട്ടില്ല, പഴയ ചെല്ലപ്പം തന്നെയാ. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണോ? വേണ്ട. ഓ, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓ പറയാം. എന്റെ ടേസ്റ്റ് അറിയാം. അല്ല, ടേസ്റ്റ് ഒക്കെ എനിക്കും അറിയാം. അല്ല അതെ, പെട്ടെന്ന് തുറക്ക്. ഒരു പുതിയ കക്ഷിയാ. രാമു എന്തിനാ വന്നേ? പുള്ളികളെല്ലാം ഗ്രൗണ്ടിൽ വരാൻ പാടാൻ പറഞ്ഞു. എന്താ കാര്യം? നീ പോയിക്കോ രാമു. നിന്നെ കണ്ടാലേ എനിക്ക് മുട്ടടിക്കും. പിന്നല്ലേ വിചാരണ. പൊയ്ക്കോ പൊയ്ക്കോ. മനുഷ്യനെ മെനക്കെടുത്ത് നടക്കുന്നു. ഇന്ന് ഈ ജയിലിൽ ആരോ തമ്മിൽ അടിപിടി നടന്നതായി ഞാൻ അറിഞ്ഞു. എന്റെ അണ്ടറിലുള്ള ഈ ജയിലിൽ ഞാൻ അറിയാതെ അടിപിടിയോ? അടുത്ത തവണ അടിപിടി നടക്കുന്നതിന് മുമ്പ് സാറിനെ അറിയിക്കാവേ. വെരി ഗുഡ്. തർക്കുത്തരം പറയുന്നു. ഇങ്ങോട്ട് നീങ്ങിയില്ലടാ. എടാ, ഇന്നത്തെ കുഴപ്പത്തിന് നീയും കാരണമല്ല. അല്ല സാർ. അല്ല, നീ എന്തിനകത്ത് വന്നു? വഴിയിൽ ഒരുത്തിനെ കുത്തി കൊന്നിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു. ആ, കൊന്നവന് കിട്ടാതെയായപ്പോ പോലീസ് എന്നെ പിടിച്ചകത്താക്കി. അപ്പൊ കുത്തിയവൻ പുറത്ത്, കുത്ത് കണ്ടവനകത്ത്. അപ്പൊ കുത്തുകൊണ്ട് ചത്തവനോ? അപ്പൊ താനോ? സാറുണ്ട് ഈ കയ്യൊന്ന് നോക്കി. ഇതും വെച്ച് ഞാൻ എങ്ങനെ തല്ലുകൂടും? പാവം. ഉടനെ തന്നെ തന്റെ കൈ ശരിയാക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. അടുത്ത തല്ലിനെങ്കിലും കൂടാവല്ലോ. ആട്ടെ, ഈ കൈയും വെച്ച് താനെങ്ങനെ ഇതിനകത്ത് വന്നു? ഒരു ദരിദ്രവാസി ഇല്ലാത്ത കേസിന് കള്ളസാക്ഷി പറഞ്ഞ ഞാൻ അകത്താക്കി സാറേ. ആഹാ, അപ്പൊ ഈ കണക്കിന് എല്ലാവരും നിരപരാധികളാണല്ലോ. ഇന്നത്തെ അടിപൊളിയിൽ താനും കൂടിയിരുന്നോ? അതെ, ഞാനാണ് അവൻ അടിച്ചത്. ആരെ? സാർ ആദ്യമേ പറഞ്ഞേച്ചില്ലേ, അവനെ. രാമുവിനെ താൻ അടിച്ചിട്ടെന്നോ? കൊള്ളാമല്ലോ. അവനെ ഒതുക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ. ഇത്രയും നല്ലവരുടെ കൂടെ താനൊരു തല്ലുകാരൻ, റൌഡി, കൊള്ളരാത്തവൻ. തന്റെ കൂടെ കഴിഞ്ഞാൽ നല്ലവരായ ഇവരും ആകെ വഷളാകും, ഇവരും കുറ്റവാളികളാകും. അതിന്റെ പേരിൽ തന്നെ ജയിലിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാൻ വേണ്ടി ഞാൻ മേലിടത്തേക്ക് ശുപാർശ ചെയ്യുന്നുണ്ട്. ഓക്കെ? താങ്ക് യു സാർ. എന്റെ ശുപാർശ കിട്ടിയ നിമിഷം താൻ രക്ഷപ്പെടും. ജയിൽ മന്ത്രി എന്റെ മകനല്ലേ? സാറിന് അത്രയും പ്രായമായ മക്കളുണ്ടോ? ഉണ്ടോന്നോ? ഇനിയൊരുത്തൻ വിദേശത്താ, കയറ്റുമതി ഇറക്കുമതി, ഒന്നാം തരം ബിസ്ക്കറ്റ്സ്. മൂന്നാമത്തവൻ ബ്ലേഡ് കമ്പനി നടത്തി നാട്ടുകാരെ സേവിച്ചുകൊണ്ടിരിക്കുക. ഈ നിലയിലുള്ള 3 മക്കളുണ്ടായിട്ട് സാർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടൽ വല്ല കാര്യമുണ്ടോ? അതിനൊരു കാരണമുണ്ട്. മക്കളെ 3 തിരക്ക് പിടിച്ച പണിയിലാണല്ലോ. ഒരുത്തൻ ദുബായിലാണെങ്കിൽ വേറൊരുത്തൻ മദ്രാസില്, മറ്റൊരുത്തൻ തിരുവനന്തപുരത്ത്. 3നെ ഒന്നിച്ച് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഏതെങ്കിലും ഒരു ദിവസം 3ഉം കൂടി ഒന്നിച്ച് ഇതിനകത്ത് എത്തും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്. ചെയ്യുന്ന തൊഴിൽ അത്തരത്തിലുള്ളതാണല്ലോ. അങ്ങനെ 3നെയും കൂടി ഒന്നിച്ച് കണ്ടിട്ട് വേണം എനിക്കൊന്ന് റിട്ടയർ ചെയ്യാൻ. ആട്ടെ, പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ ഭാര്യയുടെ അച്ഛനെ കൊന്നു.
ഈ ഉണക്കറോട്ട് കഴിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇഡ്ഡലി, ദോശ, നല്ല പൂ പോലത്തെ പാലപ്പം എല്ലാം ഉണ്ട്, നേരെ മാത്രമില്ല. എനിക്ക് ഇഷ്ടമുള്ള പാട്ടായിരുന്നു, അത് നാശാക്കി. ഈ അമ്മ നല്ല അമ്മയല്ല. ചിലങ്ങാണ്ട് മര്യാദയ്ക്ക് വന്നു. അമ്മേ, എന്താ മോളെ? ഞാനെന്ന് പറഞ്ഞ അമ്മ ദേഷ്യപ്പെടുവോ? മോൾ എന്ത് പറഞ്ഞാലും അമ്മ ദേഷ്യപ്പെടില്ല. പറഞ്ഞോളൂ, മോക്ക് എന്താ വേണ്ടത്? എനിക്ക് കടയിൽ പോയി പേന വാങ്ങണം, അമ്മയും കൂടെ വരണം. ഇത്രേ ഉള്ളോ? ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് നമുക്ക് വാങ്ങാം. അമ്മ വരാതിരിക്കരുത്, പ്രോമിസ്. പ്രോമിസ്. Bye bye. You call this an interview report. നാളെ ഞാൻ ഇതെങ്ങനെ ഡയറക്ടർ ബോർഡിന്റെ മുന്നിൽ വെക്കും? കറണ്ട് കട്ട്, റോ മെറ്റീരിയൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വിൽപ്പനയിലുള്ള മന്ദഗതി, ഇത് മുഴുവൻ ഇതിൽ പച്ചയായി എടുത്തു പറയുന്നു. ഇതൊക്കെ സത്യമാണ് മാഡം. അത് നിങ്ങൾ പറഞ്ഞോടെ എനിക്ക് മനസ്സിലാവാൻ. ഹരിചന്ദനായിട്ട് കമ്പനി നടത്താൻ പറ്റില്ല മിസ്റ്റർ. ഉടനെ റിപ്പോർട്ട് മാറ്റി എഴുതണം. കമ്പനി ഇറക്കാൻ പോകുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ, പ്രതീക്ഷിക്കുന്ന ലാഭം, കൂടി വരുന്ന വിൽപ്പന, ഇവയൊക്കെ പറഞ്ഞു വേണം റിപ്പോർട്ട് എഴുതാൻ. മനസ്സിലായോ? ശരി മാഡം. നാളെയാണ് ബോർഡ് മീറ്റിംഗ്, അത് മറക്കണ്ട. ഈ റിപ്പോർട്ട് തയ്യാറായി കണ്ടതിന് ശേഷമേ ഞാൻ വീട്ടിൽ പോകും. കമോൺ ക്വിക്ക്. ഇന്ന് അമ്മയും ഞാനും കൂടി ഷോപ്പിംഗിന് പോകുന്നുണ്ട്, ഒരു പേന വാങ്ങാൻ. ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോയല്ലോ. ഐസ്ക്രീമും പോപ്കോണും തിന്ന് വയറ് നിറഞ്ഞു. ഇന്ന് ഞാനും അതൊക്കെ തിന്നും കണ്ടുള്ളൂ. രശ്മിയുടെ കാറ് വന്നു. അമ്മ എവിടെ? അമ്മക്ക് പകരം അമ്മാവൻ. പാവം, അമ്മക്കിന്ന് ജോലി തിരക്കാത്രേ. മോക്ക് 900 പേന വാങ്ങി തരാൻ അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞു. വാ മോളെ, മോള് വാ. ഞാൻ വരൂല, ഞാൻ നടന്നു പോക്കോളാം. മണി വരെ മോർണിംഗ് കാത്തിരിക്കായിരുന്നു. ഇപ്പോഴങ്ങോട്ട് ഉറങ്ങിയുള്ളൂ. പാവം, അത്താഴവും കഴിച്ചിട്ടില്ല. മനഃപൂർവ്വം അല്ല അമ്മാവ. നാളത്തെ ബോർഡ് മീറ്റിംഗിനുള്ള റിപ്പോർട്ടിന്റെ ജോലി തീർത്തത് ഇപ്പോഴാണ്. ആ പുതിയ മാനേജർ, ഹീസ് അബ്സല്യൂട്ട്ലി യൂസ്ലെസ്. എല്ലാം ഞാൻ നേരിട്ട് ചെയ്യണം. എന്റെ ഭാരം ഞാൻ ആരോട് പറയും? എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരാൺതുണ ഇല്ലാത്തതിന്റെ കുറവാണ് മോള്. ലക്ഷ്മിയുടെ അച്ഛൻ പുറത്തു വരാൻ അധികം കാലല്ല. മോള് കുറെയൊക്കെ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്താൽ എല്ലാം ശരിയാവും. മറക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തത്. ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന എന്റെ അച്ഛനെ. എന്നെ സംബന്ധിച്ചിടത്തോളം പശുവും ചത്തു, മോറിലെ പുളിയും കെട്ടും. ഇങ്ങനെ ഒരു സംസാരം ഇനി വീട്ടിലുണ്ടാവരുത്. മോളും അത്താഴം കഴിച്ചില്ല. എനിക്ക് വിശപ്പില്ല.
മോളെ മോളെ അമ്മ നേരത്തെ ഓഫീസിൽ പോയില്ലേ? മോള് പോയി പല്ല് വെച്ച് വന്നിട്ട് ഈ പാല് കുടിച്ചാട്ടെ. ചോദിച്ചത് കേട്ടില്ലേ? ഈ വീട്ടിൽ ആർക്കും എന്നെ വേണ്ടണ്ടായി. അങ്ങനെ പറയല്ല മോളെ, പാവം അമ്മയ്ക്ക് സമയമില്ലാഞ്ഞിട്ടല്ലേ. മറ്റാരുടെ അമ്മമാർക്കില്ലാത്തൊരു ജോലി തിരക്ക്. അതൊന്നുമല്ല, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. ഇന്ന് അമ്മ ഒന്ന് പേന വാങ്ങി തന്നല്ലാതെ ഞാൻ സ്കൂളിൽ പോവില്ല. ആഹാ, പേനക്കാണോ? എങ്കിലും വന്നാട്ടെ. മോളോട് അമ്മക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് ഇപ്പൊ അമ്മാവൻ കാണിച്ചു തരാവാ. അമേരിക്ക, ജപ്പാൻ, ചൈന, ഹോങ്കോങ്, കൊറിയ, മൂർ മാർക്കറ്റ്, മട്ടാഞ്ചേരി എന്ന് വേണ്ട ലോകത്തിലുള്ള സർവ്വചേരിയിലുള്ള വേനകളും ഇതിലുണ്ട്. നിക്ക് 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 നിക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? ഇത് കണ്ടോ, മഷി നിറയ്ക്കേണ്ട പേന നെക്കിയാൽ താനേ മഷി കയറുന്നത്. റീഫില്ല്, അതും പലതരം, പല നിറം. ഇതിലേതാണ് മോൾക്ക് വേണ്ടത്? ഒന്ന് പറഞ്ഞാട്ടെ. ഇതേണ്ട, അതിനേക്കാൾ നല്ല പേനകള്. എനിക്ക് വേണ്ടത് പേനയല്ല, എന്റെ അമ്മയാ. എല്ലാ കുട്ടികളും അമ്മയെ പറ്റി പറയുമ്പോ എനിക്കും കൊതിയാവും. അമ്മയുടെ കൂടെ ചുറ്റി നടക്കാൻ, അമ്മ പറയുന്ന ഒരു കഥ കേൾക്കാൻ, കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ. എനിക്ക് വേണ്ടിയല്ല അമ്മയുടെ കൂടെ പോണെന്ന് പറഞ്ഞത്. അമ്മയുടെ കൂടെ കുറേ നേരം നടക്കാനുള്ള വാശുകൊണ്ടാ. എന്റെ അമ്മയ്ക്ക് മാത്രം അതിനൊന്നും നേരമില്ല. മോർണിംഗ്. നമ്മുടെ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. നാളെ സ്വാതന്ത്ര്യദിനമല്ലേ, അതുകൊണ്ട് മറ്റന്നാൾ രാവിലെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. മാഡം രാവിലത്തെ ന്യൂസ് പേപ്പർ കണ്ടില്ലേ? ഇല്ല, എന്താ വിശേഷിച്ച്? സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് പുറത്തുവിട്ടിരിക്കുന്ന ജയിൽ പുള്ളികളിൽ മാഡത്തിന്റെ എക്സ് ഹസ്ബൻഡും ഉണ്ട്. എക്സ്ക്യൂസ് മീ. സുധയ്ക്ക് എന്നോട് ഇനിയും ദേഷ്യമാണോ? ഏർപ്പെടുത്തിയ ഒരു ബന്ധത്തിന്റെ പേരും പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് കയറി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. സുധേ, നിങ്ങളുടെ തോക്കിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ടേറ്റ് എന്റെ അച്ഛൻ മരിച്ചതോടെ ആ സുധയും മരിച്ചു. ഏഴു വർഷം കോടതി തന്ന ശിക്ഷ 5 വർഷമാക്കി. നീ ഇന്നും കഴിഞ്ഞ 5 വർഷങ്ങൾ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഞാൻ ജീവിച്ചത്. നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ആ ദിവസങ്ങൾ, ആ ഓർമ്മകൾ ഇന്നെന്നെ വേദനിപ്പിക്കുന്നു. എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. ആത്മാവിന്റെ ഓരോ അണുവിലും ആ വെറുപ്പുണ്ട്. എനിക്കെല്ലാമായിരുന്നു എന്റെ അച്ഛനെ കൊന്ന നിങ്ങളെയും കൊന്നിട്ട് കഴിമരത്തിൽ കയറാൻ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിൽ നിന്നെല്ലാം ഞാൻ പിന്തിരിഞ്ഞത് എന്റെ കുഞ്ഞിനാരും ഇല്ലല്ലോ ഓർത്തിട്ടാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മോൾക്ക് വേണ്ടിയാണ്. ഇനി ഒരിക്കലും ആ വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. അവൾ എന്റെ മോളാണ്, എന്റേത് മാത്രം. നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരുമല്ലെങ്കിലും എന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞ് എന്റേതല്ലാതാകുമോ? ഞാൻ വിചാരിച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചേക്കും. നീ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആ കുട്ടിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചാൽ ആ കുട്ടി നിങ്ങളുടേതല്ലെന്ന് പറയാൻ പോലും ഞാൻ മടിക്കില്ല. നിന്നോടുള്ള അതിര് കടന്ന സ്നേഹം എന്നെ ഭീരുവാക്കിയെന്ന് വെച്ച് നിനക്ക് എന്തും പറയാം, പ്രവർത്തിക്കാമെന്ന് കരുതണ്ട. പറയും, ഇനിയും പറയും. ഈ ലോകം എന്റെ മാനം കെട്ടോളെന്ന് പഴിക്കുമായിരിക്കും. അതെനിക്കൊരു പ്രശ്നമല്ല. എന്റെ കുഞ്ഞൊരിക്കലും എന്നെ വിട്ടു പോകാൻ പാടില്ല. കഴിഞ്ഞ 5 വർഷങ്ങളായി ഞാൻ കാണാൻ കൊതിച്ചിരുന്ന എന്റെ മോളെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. നീ സുധേ, ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛന്റെ കൊലയാളിയുടെ നിഴൽ പോലും എന്റെ കുഞ്ഞിന്റെ മേൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല.
നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിച്ചതിന്റെ കോടതി റെക്കോർഡുകൾ എന്റെ കയ്യിലുണ്ട്. അതോർത്തെങ്കിലും ഇനി ഇവിടെ വരരുത്. ഇത് നിന്റെ അവസാന തീരുമാനമാണോ? അതെ. യു മേ ഫർഗെറ്റ് ഹർ. ലോഫുള്ളി ഷീ ഈസ് മൈൻ. മൈൻ അലോൺ. മോളന്വേഷിച്ച് ഓഹോ, ഇവിടെ വന്നിരുന്നോ? ആ മനുഷ്യനെ കുറിച്ച് ഈ വീട്ടിൽ സംസാരിക്കരുതെന്ന് അമ്മാവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നാലും അമ്മാവനോട് കഴിയണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. രശ്മി അയാളെ കാണരുത്. ഇനി വന്ന അകത്ത് കയറ്റു വരുത്. എനിക്ക് വീട്ടിൽ പോണം. എന്റെ കല്യാണമാ. വേണ്ട വേണ്ട, എന്റെ അടുത്ത് വരണ്ട. എനിക്ക് പേടിയാവുന്നു. രോഗം കൂടിയിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് രോഗി ആരും തിരിച്ചറിയില്ല. എന്റെ കൂടെ വരും. എന്ത് ചെലവാക്കാൻ ഞാൻ ഒരുക്കാണ്. എന്റെ അനിയത്തിയെ രക്ഷിക്കണം ഡോക്ടർ. ഇന്ന് എനിക്ക് ഒപിയുടെയാണ്. വിനി ഒരു ശനിയാഴ്ച ദിവസം വന്നാൽ നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാം. ഈ കേസിന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ ചികിത്സിക്കാൻ എളുപ്പമാണ്. ഡോക്ടർ പറയുന്ന ദിവസം ഞാൻ വരാം. ഇത് മിസ്റ്റർ വിനയൻ, മേഴ്സിയുടെ ക്ലാസ്സിലെ രശ്മിയുടെ അച്ഛനാണ്. കുട്ടിയെ കാണാൻ വന്നതാ. ഇദ്ദേഹത്തെ വിസ്റ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. രശ്മിയെ അങ്ങോട്ട് കൊണ്ടുചെന്നാ മതി. താങ്ക് യു മാഡം. ഞാൻ വരൂലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വരൂല മിസ്. വരാൻ എന്റെ അച്ഛൻ ജയിലില്ല. അച്ഛൻ ജയിലിൽ നിന്ന് വന്നു. മോളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വരില്ല മിസ്. എനിക്ക് പേടിയാ. പേടിയോ? അച്ഛനെ കാണാനോ? എന്റെ അച്ഛൻ കൊലയാളിയാ. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാ അങ്ങനെ അത്ര മുത്തച്ഛനെ കൊന്നത്. ഞാൻ വരില്ല. ഇതൊക്കെ രശ്മിയോട് ആരാ പറഞ്ഞത്? എന്റെ അമ്മ. അമ്മയ്ക്കും അച്ഛന് പേടിയാ. ആ പേര് കേട്ടാലേ ദേഷ്യം വരും. ഞാൻ വരില്ല.